നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ ഹിരണ്യാക്ഷവധവും ഭൂയിദേവി മോചനവും എന്ന 13ാമത്തെ ദശകത്തിലെ 9ാമത്തെ ശ്ലോകമാകുന്നു. ത്വജിച്ഛന്തോരോമസ്വപി കുശഗണഃ ചക്ഷുഷിഘൃതം ചതുർഹോദാരോഘ്രൗ സൃഗപി വദനേ ചോദര ഇടാ ഗ്രഹാജിഹ്വായാം തേ പരപുരുഷ കർണേ ച ചമസാ വിഭോ സോമോ വീര്യം വരദ ഗളദേശേപ്യുപസദഃ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. ത്വജി ഛന്ദഃ രോമസു അഭി കുശഗണഃ ചക്ഷുഷി ഘൃതം ചതുർഹോദാരഃ അംഘ്രൗ സൃഗ് അഭി വദനേ ച ഉദരേ ഇടാ ഗ്രഹാഃ ജിഹ്വായാം തേ പരപുരുഷ കർണേ ച ചമസാ വിഭോ സോമഃ വീര്യം വരദ ഗളദേശേ അഭി ഉപസദഃ. ഹേ പരപുരുഷ വരദ വിഭോ തേ ത്വജി ഛന്ദഃ രോമസു കുശഗണഃ ചക്ഷുഷി ഘൃതം അംഘ്രൗ ചതുർഹോദാരഃ വദനേ ശൃഗ് ഇടാ ഉദരേ ജിഹ്വായാം ഗ്രഹാഃ ഗളദേശേ ഉപസദഃ അഭി വീര്യം സോമഃ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അർത്ഥം സാരാംശമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. അല്ലയോ പരപുരുഷനായ മഹാവിഷ്ണു, യജ്ഞാംശങ്ങളെല്ലാം തന്നെ അങ്ങയുടെ ശരീര അവയവങ്ങളാകുന്നു. അങ്ങയുടെ ത്വക്കിൽ ഛന്ദസ്സുകളും രോമങ്ങളിൽ കുശപ്പുല്ലുകളും കണ്ണുകളിൽ ആജ്യവും നെയ്യും നിറഞ്ഞിരിക്കുന്നു. അങ്ങയുടെ കാലുകളിൽ 4 ഹോതാക്കളും വദനത്തിൽ ശ്രുവവും സ്ഥിതി ചെയ്യുന്നു. പുരോടാംശം സൂക്ഷിക്കുന്ന പാത്രമാകുന്നു അങ്ങയുടെ ഉദരം. അങ്ങയുടെ ജിഹ്വയിൽ സോമരസവും കർണങ്ങളിൽ ഹുതശേഷവും തേജസ്സിൽ സോമരസവും നിറഞ്ഞിരിക്കുന്നു. ഹേ വിഭോ വരദായക, അങ്ങയുടെ കണ്ഠദേശം ഉപസത്തുക്കളുടെ സ്ഥാനവുമാകുന്നു. നമസ്തേ.